മുസ്ലിം ലീഗ് വളരെ കടുത്ത ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. പാർലമെന്റ് ഇലക്ഷനിൽ 3 സീറ്റ് ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ UDF പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് 2 സീറ്റ് നിങ്ങൾക്കും 1 സീറ്റ് RSPക്കും എന്നാണ്. അതായത് സീറ്റില്ലാത്ത പാർട്ടിക്ക് 1 സീറ്റും നിലവിലെ സീറ്റുള്ള പാർട്ടിക്ക് അതിൻ്റെ പകുതി ഒരു 2 സീറ്റ് നൽകാം എന്ന രീതിയിലേക്കാണ് ധാരണയായിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് കടുത്ത തീരുമാനത്തിലാണ്. അങ്ങനെ ഞങ്ങൾക്ക് 1 സീറ്റ് കൂടി തന്നില്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കും. അതായത് കോൺഗ്രസിൻ്റെ കൈകൾ ഞങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ പറ്റൂല. വോട്ട് ഭിന്നിച്ചാലും തരക്കേടില്ല, ഞമ്മക്ക് 1 സീറ്റ് കൂടി തന്നെങ്കിൽ നമ്മൾ ഒറ്റക്ക് തന്നെ മത്സരിക്കും. അത് നിങ്ങൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കും. അതായത് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു വലിയ പാർട്ടിക്ക് അങ്ങനെ വോട്ട് ഭിന്നിപ്പിക്കുന്നതിലോ അല്ലെ ഒറ്റക്ക് മത്സരിക്കുന്നതിനോ വലിയ പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ഹലാലാണ്. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയായ STPI അല്ലെ ഉവൈസിയുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെ വെൽഫെയർ പാർട്ടി PDP ഇതേപോലെയുള്ള ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണെങ്കിൽ അത് വോട്ട് ഭിന്നിക്കും. അത് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല. അപ്പോൾ സമുദായത്തിൻ്റെ വോട്ട് ഭിന്നിച്ച് പോകും, സമുദായത്തെ ശണ്ഡീകരിക്കും. നിങ്ങൾ BJPൻ്റെ അടുത്ത് ഫണ്ട് വാങ്ങിയ ആൾക്കാരാണ്, നിങ്ങൾ BJPയെ വളർത്താൻ വേണ്ടി സഹായിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയും. അതേ സ്ഥാനത്ത് ഇവരൊന്നും ഈ പറയുന്ന UDFലെ ഘടകകക്ഷികളൊന്നും അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടി, STPI, ഒവൈസിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു അവസരത്തിലും അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക ഇലക്ഷനിൽ അവർക്ക് നിങ്ങൾക്ക് വോട്ട് ഞങ്ങൾ നൽകാം, നിങ്ങൾ ഞങ്ങളെ ഘടകകക്ഷിയാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നയെടുത്ത് മത്സരിക്കാൻ പറഞ്ഞത് പകരം ഞങ്ങൾ നിങ്ങളെ എടുത്ത് ഇന്നയെടുത്തൊക്കെ സഹായിക്കാം. അങ്ങനെയാണല്ലോ രാഷ്ട്രീയ മര്യാദ. പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വോട്ട് വേണ്ട ആളുകൾ പരസ്പരം ഒരു ധാരണയിലൊക്കെ എത്തും. എന്നാൽ അത്തരത്തിലൊരു ധാരണ ഞങ്ങൾ വലിയ മുത്തശ്ശി രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ എവിടെയും സഹായിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ തികച്ചും വോട്ട് എന്താക്കണം, എല്ലാ വോട്ടുകളും ഞങ്ങൾ പെട്ടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ചെരിയണം. അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇന്നലത്തെ മഴക്കും പൊടിച്ച തവരകളായിട്ടും അതേപോലെ BJP ഇടുന്ന ഫണ്ട് വാങ്ങിയ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഞങ്ങൾ വിലയിരുത്തും എന്നതാണ് ഇവരുടെ ഒരു തിട്ടൂരം. മുസ്ലിം ലീഗിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധതയും എത്രത്തോളം ഇലക്ഷനിലുണ്ട്. ബാക്കിയുള്ള സമയത്തൊക്കെ ആ ഫാസിസ്റ്റ് വിരുദ്ധത ഇല്ലാതെ നമുക്കറിയാം. കാരണം ബാബരി മസ്ജിദ് വിഷയം അടക്കമുള്ള ഒരുപാട് സംഘപരിവാരം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പല വിഷയങ്ങളിലും അഴകുഴമ്പൻ നിലപാട് അല്ലെ സംഘപരിവാരത്തിന് ഓരഞ്ച് നിൽക്കുന്ന ഒരു നിലപാടുകളാണെന്നുള്ള പലപ്പോഴായിട്ടും മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജന്മഭൂമിയിലൊക്കെ ഈ പാണക്കാട്ട് തങ്ങളിലെ മുസ്ലിം ലീഗിനെയൊക്കെ വാഴ്ത്തിക്കൊണ്ടുള്ള മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമൊക്കെ. പക്ഷെ ശത്രുവിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഗുഡ് മാർക്ക് 100ൽ 100 കിട്ടുക എന്നത് പറയുന്നത് അല്ലെ സംഘപരിവാര രാഷ്ട്രീയ പാർട്ടിയുടെ മാർക്ക് ലിസ്റ്റിൽ 100ൽ 100 കിട്ടുക എന്നത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് 100ൽ 100 കിട്ടുന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ 100ൽ 100 മാർക്ക് കിട്ടുന്നത് നമ്മുടെ മുസ്ലിം ലീഗിനാണ് എന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ സംഘപരിവാര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നമുക്ക് വല്ല ആളുകൾക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ്. സുരേന്ദ്രനെ പോലും ആ രീതിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളൊക്കെ അഭിനന്ദിക്കേണ്ടി വന്നു. പിന്നെ അതേപോലെ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി, ഹിന്ദുത്വ സംഘടനകളുടെ മറ്റ് സംഘടനകളൊക്കെ ഇതേ രീതിയിൽ മുസ്ലിം ലീഗിനെ ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാസിസ്റ്റ് വിരുദ്ധത എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നൊക്കെ നമുക്കറിയാം. ചില ആളുകൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം STPI മലപ്പുറം മറ്റു പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു ജാഥയൊക്കെ നടത്തിയ സമയത്ത് നിങ്ങൾ ഫാസിസത്തിനെതിരെ ഒരുപാട് കൂലങ്കുഷിതമായി സംസാരിക്കുന്നു, അപ്പോൾ നിങ്ങളെ നേതാക്കന്മാരുടെ അവസ്ഥ ആദ്യം നിങ്ങൾ അവരെ മോചിപ്പിക്കൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരെയൊക്കെ നിങ്ങളാണ് ജയിലിലാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഒരുപാട് ആളുകൾ STPയുടെ നേതാക്കളൊന്നല്ല, അതിനു മുന്നേ ഒരുപാട് ഗോവിന്ദ് പൻസാരയെ പോലെയുള്ള ആളുകൾ, കൽബുർഗിയെ പോലെയുള്ള ആളുകൾ എത്രയോ വർഷം ജയിലിൽ കടന്നിട്ടുണ്ട്. ഗോവിന്ദ് പൻസാരയാണെന്ന് ജയിലിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഗൗരി ലങ്കേഷിനെ പോലെയുള്ള ആളുകൾ സംഘപരിവാരത്തിനെതിരെ നിരന്തരം എഴുത്തും വായനയും പ്രവർത്തനവും നടത്തിയതിൻ്റെ പേരിൽ ലാസ്റ്റ് വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ള ആളുകൾ സംഘപരിവാരത്തിനെതിരെ നിരന്തരം കൃത്യമായും ശക്തവുമായ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരെ വികാരം തീർക്കാൻ RSS സംഘപരിവാരത്തെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും അദ്ദേഹം ജയിലിലാണ്. അപ്പോൾ സംഘപരിവാരത്തിനെതിരെ കുറുകെ നിന്ന് കഴിഞ്ഞാൽ അല്ല അവരുടെ പ്രത്യയശാസ്ത്രത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും വേട്ടയാടപ്പെടും. അപ്പോൾ പണ്ടൊക്കെ ജയിലും മറ്റ് ജയിലറകളും ഒക്കെ
കള്ളനും കഞ്ഞിവെപ്പുകാർക്കും കൊള്ളക്കടത്തുകാർക്കും ഉള്ളതെങ്കിൽ ഇന്ന് ഫാസിസം സംഘപരിവാര രാജ്യം ഭരിക്കുമ്പോൾ ആ ജയിലറകൾ ഈ സംഘപരിവാരത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവരുടെ തോന്നിവാസങ്ങൾക്കെതിരെ കൈ ചൂണ്ടി സംസാരിക്കുന്നവർക്കെതിരെയുള്ളതാണ്. അതേപോലെ EDയും NIAയും CBI ഒക്കെ ഈ പറയുന്ന ആളുകൾക്കെതിരെയുള്ളതാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള ആളുകളുടെ വീടുകളിൽ, ഇപ്പോൾ പാണക്കാട്ട് തങ്ങളുടെ കുഞ്ഞാലിക്കുടെ വീട്ടുകളിലേക്കോ ED കയറി വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു. അതേപോലെ CPMൻ്റെ സംസ്ഥാന നേതാക്കന്മാർ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ചില ആളുകളുടെ വീടൊക്കെ പരിശോധിക്കുന്ന ED വരുന്നു. പിന്നെ അതേപോലെ CBI അന്വേഷണ ചില കേസുകളിലൊക്കെ പുറപ്പെടുവിക്കുന്നു. എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിൽ ഇത്തരത്തിലൊരു അറസ്റ്റോ EDയോ NIAയോ CBIയോ ഒന്നും വരുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഫാസിസം ആ രീതിയിലാണ് രാജ്യത്ത് ഓരോ ആളുകളെയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യവും സ്പഷ്ടവും